നിങ്ങൾ സ്റ്റീൽ ഡോറുകളും വിൻഡോസും അതുപോലെ സ്റ്റീൽ ടാങ്കുകളും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിരിക്കണം കേട്ടോ. കാരണം വരുന്ന കാലത്തെല്ലാം തടീനേക്കാൾ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ആകാൻ പോകുന്നത് സ്റ്റീലിലാണ്. ഞാനിതൊരു പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞാൻ കങ്കൻ്റെ ഡെമോ കാണിക്കാൻ ഒരു കമ്പനിയിലാണ് പോയത്. അപ്പോൾ ആ കമ്പനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കണമെന്ന്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഏത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും. കാരണം ഞാനിപ്പോൾ പോയ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഫസ്റ്റ് ടൈം സ്റ്റീൽ ഡോറുകൾ അല്ലെങ്കിൽ വിൻഡോസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ്. ഇതിനു മുമ്പ് നമുക്കെല്ലാം ചൈനയിൽ നിന്നായിരുന്നു പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരുന്നത്. ഇവരുടെ ഓൺ മാനുഫാക്ചറിംഗ് വേണ്ടിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ ഈ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കാലം കഴിയുമ്പോൾ ഇതിന്റെ ബിസിനസ്സിന് വേണ്ടി പലരും ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വാളിറ്റി ഡിഫക്റ്റുകൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഏതെങ്കിലും സ്റ്റീൽ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്പനിയിൽ പോയിട്ട് അവർ ഏത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇതുണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ ഇത് മുകളിൽ കൂടെ എല്ലാം നല്ല മോടി പിടിപ്പിക്കും. പക്ഷേ ഇതിന്റെ ഉള്ളിലുള്ള സാധനത്തിനകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. അതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് നേരിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം. ഇതിന്റെ MD ആയിട്ടുള്ള നമ്മുടെ രതീഷിനോടാണ് ചോദിക്കാം ഇവിടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം. ഇതാണ് രതീഷ് ഏട്ടൻ, നമ്മുടെ ആർടെക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് രതീഷോടാണ് ചോദിക്കാം. സ്റ്റീൽ മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ ഡോറ്, അതുപോലെ വിൻഡോസ്, അതുപോലെ ടാങ്ക്സ്, ഇതൊക്കെ ഉണ്ടാക്കുമ്പം ഒരു വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് ഇത് ബെനിഫിഷ്യൽ ആകുന്നതെന്നും അതുപോലെ കാലാകാലം എന്തുകൊണ്ടാണ് ഒരു വിശ്വസ്തയോടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ രതീഷ് ഏട്ടാ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഫാക്ടറി വന്നിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ സ്റ്റീലിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്? ടോണി ചേട്ടാ, ഇത് നമ്മൾ സ്റ്റീൽ വിൻഡോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുപരിചിതമാണ്. ഇന്ന് മാർക്കറ്റിൽ കേരളത്തിലും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് തന്നെ ഒരു 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 2010 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടൊരു ഡൊമസ്റ്റിക് പർപ്പസിലേക്ക് സ്റ്റീൽ വിൻഡോ ആക്കിയത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയാണ്, ആർടെക് ഇൻഡസ്ട്രിയാണ്. ആ മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള വിൻഡോസ് ആയിരുന്നു. പക്ഷേ ഇത്രയും കാലം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മേഖലയിലേക്ക്, നിർമ്മാണ രംഗത്തേക്ക്, മാനുഫാക്ചറിങ്, സർവീസ് അല്ലെങ്കിൽ സെയിൽസിലേക്ക് ഒരുപാട് ആൾക്കാരും കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ക്വാളിറ്റി മെറ്റീരിയൽസും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഇത്രയും കാലം ഇതിൻ്റെ ക്വാളിറ്റിനെ പറ്റി വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഒരു നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു പ്രൊഡക്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ വിൻഡോ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി നോക്കി തിരഞ്ഞെടുക്കാൻ. അതായത് ടാറ്റയുടെ ഗാൽവനോ മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് ഹൈ എൻഡ് സ്റ്റീൽ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും കാലം അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായില്ല. ഇപ്പം എന്ത് ഇറങ്ങിക്കഴിഞ്ഞാലും ഡ്യൂപ്ലിക്കേറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കോമ്പറ്റീഷനും അങ്ങനെയുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളും എല്ലാം കയറി വരുമ്പോൾ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഒരുപാട് കൂട്ടാനും പറ്റില്ല. എന്നാൽ അതിൽ ബാക്കിയെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്വാളിറ്റിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാറ്റ ഗാൽവനോടെയൊക്കെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാലം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ടാറ്റ ഗാൽവനയുടെ വേറൊരു വേരിയൻ്റ് അല്ലെങ്കിൽ അതേ ഒരു സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടായില്ലായിരുന്നു. GI കഴിഞ്ഞിട്ട് GIയുടെ എൻഡിലുള്ളതാണ് ഗാൽവനോ എന്ന് പറയുന്നത്. ഓക്കെ രതീഷ്, ഒന്നുകൂടി ചോദിക്കാറുണ്ട്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തടിയിലായിരുന്നു, പക്ഷേ ഇപ്പം ഇത് കാര്യം ബെനിഫിറ്റ് എന്തൊക്കെയാണ് കൂടുതൽ? ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാം. മറ്റുള്ള പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ചിട്ട് ഈ പറഞ്ഞ ചതിലൊടിച്ച് പോകുക, അല്ലെങ്കിൽ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്ന വട്ടച്ച് പോവുക, അല്ലെങ്കിൽ പറഞ്ഞ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ മെയിൻ്റനൻസ് കുറവാണ്, ലൈഫിലും നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കസ്റ്റമൈസേഷൻ നമുക്ക് എത്ര പെട്ടെന്ന് വലിയ കോസ്റ്റ് എഫക്റ്റ് കൂടാണ്ട് കസ്റ്റമൈസേഷൻ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ് സ്റ്റീൽ വിൻഡോസിൽ. പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, നമുക്ക് ആവശ്യമുള്ള ഏത് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കാണുന്ന ഏത് സൈസിലും ഏത് രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു. പിന്നെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഇന്ന മോഡൽ വേണം, അത് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് പ്രവൃത്തിയിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഏത് ഡിസൈൻ നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ പാളിയുമ വരുന്ന ഡിസൈൻസുകൾ നമുക്ക് ഏത് കസ്റ്റമൈസേഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജാണ് ഈ പറഞ്ഞിട്ട് നമ്മൾ ഡിപ്പിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇത് പ്രൈമറിങ് ചെയ്യുന്നത്, അതായത് പ്രൈമർ ഫിനിഷിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടുതലും പോകുന്നത് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പ്രൈമർ ഫിനിഷിംഗ് നമ്മൾ ചെയ്യുന്നത് ഡിപ്പിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഡിപ്പിംഗ് മെത്തേഡിൽ ചെയ്യുമ്പോഴുള്ള ഗുണം ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പുറംഭാഗം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് പുറംഭാഗം എങ്ങനെ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻറ്റേർണൽ സൈഡ് നമുക്ക് രണ്ടാമത് ഒരിക്കൽ കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. നമ്മളൊരു സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ സൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇത് ഡിപ്പിംഗ് മെത്തേഡ് ആയതുകൊണ്ട് അതിൻ്റെ ട്യൂബിൻ്റെ എല്ലാം ഉള്ളിൽ കൂടെ നമുക്ക് അതിൽ പാസ് ചെയ്യുന്ന ക്രോസ് ഇടുന്ന ഹൊറിസോണ്ടലായിട്ടുന്ന സ്ക്വയർ ട്യൂബിൻ്റെ എല്ലാം
ഉള്ളിലേക്ക് വരെ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ് കയറി ചെല്ലുന്നത്. പിന്നെ അതിൻ്റെ പാളിയിൽ വരുന്ന ഷട്ടറിൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ആ ഹോളോ ട്യൂബ്സിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം പെയിൻറ്റ് ഉള്ളിൽ കൂടെ കോട്ടിങ് കയറി ചെല്ലാണ്. അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലാണ് ഈ ഇരുമ്പ് എന്ന് പറയുന്നത്, ഏത് ഇരുമ്പാണെങ്കിലും അതിന് തുറുമ്പോ റെസ്റ്റോ കാര്യങ്ങളോ റെസ്റ്റ് വരുന്നു വരണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് വേണം. ഒരു പെയിൻറ്റ് കവറിങ് ഫുള്ളായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ഒരു റെസ്റ്റ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ നമ്മൾ പുറമേ നിന്ന് മൊത്തം എന്തോരം ചെയ്തിട്ട് കാര്യമില്ല, അകത്തുനിന്ന് ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമായിട്ട് വരും. നമ്മൾ പുറം നമുക്ക് എങ്ങനെ വേണ്ടി മോഡിഫൈ ചെയ്യാം. നമ്മുടെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ടച്ച് വരുന്നത് എപ്പോഴും ഇൻസൈഡാണ്. അപ്പോൾ ആ ഇൻസൈഡ് ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ളൊരു ലാസ്റ്റ് എൻഡ് സൊല്യൂഷനാണ് ഈ പറഞ്ഞ ഡിപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വിശ്വാസത്തോടെ ഇരിക്കാം, അതിനകത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയും. സംഭവിക്കുന്നത് ഇതുവരെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പറഞ്ഞ ഒരു 14 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കുള്ള ഒരു അഷുറൻസ് ആണ് ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റുകൾ വരാത്തത്. 2010 വരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന മെറ്റീരിയൽസിന് വരും ഇതുവരെ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ കാണുന്ന ഒരു ഡോറും ഇതേ സ്റ്റീലിന്റെ ഫംഗ്ഷനാണോ ഇത്? ഇത് സ്റ്റീൽ ഡോറാണ്. ഇത് നമ്മുടെ ഒരു പുതിയ കോൺസെപ്റ്റാണ്. ഈ പറഞ്ഞ സാധാരണ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മൾ സ്റ്റീൽ വിൻഡോസ് വയ്ക്കുമ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റീൽ ഡോറുകൾ അവൈലബിൾ അല്ല. ഒന്ന് ഇമ്പോർട്ടഡ് ഡോറുകൾ വരുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ ഒരു തേക്ക് ഡിസൈനിലല്ല വരുന്നത്. ഇതേപോലെ ഒരു നാച്ചുറൽ തേക്ക് ഡിസൈനായിട്ടല്ല അവരുടെ കളർ കോമ്പിനേഷൻ വരുന്നത്. അതൊരു മഹാഗണി ഫെയ്ഡ് അല്ലെങ്കിൽ പിന്നെ ഒരു ഈട്ടിയുടെ ഒരു സ്ട്രക്ചർ അങ്ങനെ വരുന്ന ശരിക്കും നമ്മുടെ കോൺസെപ്റ്റ് മലയാളികളുടെ ഒരു ഇതെന്താ തനി തേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് തടി തന്നെയാണെന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിൽ ചെയ്യാവുന്ന അത് കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു പുതിയൊരു മെത്തേഡ് കോൺസെപ്റ്റാണ് ഇത്. ഇതേപോലെ തന്നെയാണ് കേട്ടോ സ്റ്റീൽ ടാങ്കുകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ എത്ര MM പ്ലേറ്റുകൾ വേണം, അത് എങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ക്വാളിറ്റിയുള്ള മാറും, എത്ര ലൈഫ് കിട്ടും, ഇതെല്ലാം കൊണ്ട് അറിഞ്ഞിരിക്കണം. കാരണം പണ്ടത്തെ പ്ലാസ്റ്റിക് ടാങ്കുകൾ തൊട്ട് എല്ലാവരും സ്റ്റീലോട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒത്തിരി ഫെസിലിറ്റി ഉണ്ട്, ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം കൊണ്ട് നമ്മുടെ യതീഷേട്ടൻ നമുക്ക് ചോദിച്ചേക്കാം. പണ്ടൊക്കെ എല്ലാവരും ഈ പ്ലാസ്റ്റിക് ടാങ്ക് ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, ഇതിനകത്തോട്ട് ഇപ്പോൾ കൺവേർട്ട് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതാ സത്യം പറഞ്ഞു? ഇത് ശരിക്കും നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുള്ളൂ. ചേട്ടൻ്റെ ഈ കങ്കൺ വാട്ടർ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. കങ്കൺ വാട്ടർ ഇറങ്ങി തൊട്ട് എത്ര ആളായി? 50 വർഷത്തോളമായി. അത് പുറം രാജ്യങ്ങളിൽ ജപ്പാനിലും അവിടെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷമായിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് സ്റ്റീൽ ടാങ്കിൻ്റെ കാര്യം. സ്റ്റീൽ ടാങ്ക് ഏകദേശം 1980s ഈ പറഞ്ഞാൽ വിയറ്റ്നാം, തായ്വാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിച്ച് വരുന്നതാണ്. നമ്മുടെ ഇവിടത്തേക്ക് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു പ്രൈസിൽ ഇത് എടുക്കാമെന്നൊന്നും അന്നത്തെ കാലത്ത് അഫോർഡബിൾ അല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ പ്രീമിയമായി കുറച്ചുകൂടെ നല്ല നമ്മൾ ക്വാളിറ്റീനെ പറ്റി നമ്മൾ ആരോഗ്യത്തിനെ പറ്റിയെല്ലാം ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ചിന്തിച്ചു തുടങ്ങിയത്. ആ ഒരു ജനറേഷനിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യകരമായിട്ട് വന്നത്. അതുകൊണ്ട് പ്രോഡക്റ്റ് ഇത് പുതിയൊരു പ്രോഡക്റ്റ് അല്ല. ഇത് ബേസിക് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ നല്ല കോമ്പറ്റീഷൻ കാണുമല്ലോ, പല റേറ്റുള്ള മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ആദ്യം ഇറങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടിയായിരിക്കും വരുന്നത്. അതിന് പിന്നെ കോമ്പറ്റീഷനും കൂടി ഒരുപാട് ആൾക്കാർ രംഗത്തേട്ട് വരുമ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ കേസിലൊക്കെ വരുന്ന ഇതുകൊണ്ട് പല ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അത് ഞാൻ ആ സ്റ്റീലിൻ്റെ വിൻഡോസിൻ്റെ കേസും അതുപോലെ തന്നെ പറഞ്ഞത്. അതുപോലൊരു അവസ്ഥയിലാണ് ഇപ്പോൾ സ്റ്റീൽ ടാങ്കിൻ്റെ കാര്യം നിൽക്കുന്നത്. നമുക്കെടുത്ത് നോക്കിയാൽ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കിൻ്റെ വില നമ്മൾ ഓൺലൈനിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 25,000 രൂപ തുടങ്ങിയിട്ട് 35,000 വരെ ചിലപ്പോൾ വില പറയും. അപ്പം നമ്മൾ തന്നെ കൺഫ്യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ് ഇത്രയും വില വ്യത്യാസം. ഒരിക്കലും എന്തെങ്കിലും വില ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ വില കുറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. ചേട്ടൻ പറയുന്നത് സെയിം അത് കങ്കൻ്റെ ഇതാണ്. അങ്ങനെ കണ്ടിട്ട് പല കമ്പനികളും ഇത് ലോക്കൽ ബ്രാൻഡ് ബ്രാൻഡിലേക്ക് അത് നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാതെ ഒരിക്കലും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ ബ്രാൻഡിങ്ങിൻ്റെ രീതിക്കുള്ള ഒരു കോസ്റ്റിംഗ് ഉണ്ടാവും, അതൊരു ചെറിയ പെർസെൻറ്റേജ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള കോസ്റ്റ് കട്ടിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മെറ്റീരിയൽ തന്നെയാണ് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കോസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ആ ക്വാളിറ്റീനെ അത് ബാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ ടാങ്ക് നമ്മൾ എപ്പോഴും മിനിമം ഒരു 0.6 mm തിക്നെസ്സിന് മുകളിലേക്കെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അതിൽ താഴത്തേക്ക് തീരെ തകിട് പോലത്തെ തീരെ തിക്നെസ് പറഞ്ഞ സ്റ്റീൽ ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ കംപ്ലയിൻറ്റ് വരാം. ഇത് നമ്മൾ ഇത്രയും വാല്യൂ കൊടുത്ത് മേടിക്കണതാണ്. അത്രയും വാല്യൂ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതായിട്ടൊരു ലൈഫ് കിട്ടണം. നമുക്കൊരു 30 വർഷം 50 വർഷമെങ്കിലും ലൈഫ് പ്രതീക്ഷിച്ചിട്ടാണ് ഇത്രയും വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 1, 2, 10, 3000, 4000 രൂപയുടെ വ്യത്യാസം നമ്മൾ ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ക്വാളിറ്റിയിൽ എഫക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ 250 ലിറ്റർ ഉണ്ടാക്കുന്ന പറഞ്ഞു. അപ്പോൾ 250 ലിറ്ററിൻ്റെ ഉണ്ടാക്കുന്ന ടാങ്കിനും സെയിം 6 mm മതിയോ? 10,000 ലിറ്റർ ഈ 0.6 250 തുടങ്ങി 2000 വരെയാണ് കൂടുതലും പോയിന്റ്സ്. അതിന് മുകളിലേക്ക് ഹയർ ഈ പറഞ്ഞാൽ 0.8 ആണ്. എന്നാൽ നമുക്ക്
എല്ലാ ഇപ്പോൾ ഈ 1000-ൻ്റെ ആണെങ്കിൽ 1500, 2000-ൻ്റെ എല്ലാം 0.8 ചെയ്യാം, 0.6 ചെയ്യാം. പിന്നെ അതിന് അപ്പോൾ കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കൂടും, കുറച്ചുകൂടെ പ്രീമിയം അങ്ങനെ നോക്കണവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ 2 വേരിയൻ്റ് ഉണ്ട്, വെർട്ടിക്കൽ വേരിയൻ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ വേരിയൻ്റ് ഉണ്ട്. ഇതിൻ്റെ ആണെങ്കിലും 500 ലിറ്റർ തുടങ്ങി നമുക്കിപ്പോൾ 7500 ലിറ്റർ വരെയുള്ള ഹൊറിസോണ്ടൽ വേരിയൻ്റ് ഉണ്ട്, അതിൻ്റെ വെർട്ടിക്കൽ വേരിയൻ്റും ഉണ്ട്. പിന്നെ 10000 ലിറ്ററിൻ്റെ ഫയർ സ്റ്റോറേജ് ടാങ്കുകളുണ്ട്. അത് കേരളത്തിൽ നിന്നിപ്പോൾ ഇത്രയും എല്ലാ കപ്പാസിറ്റിയിലും ഏത് കസ്റ്റമൈസേഷനും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് നമ്മുടെ പ്ലാന്റിലുണ്ട്. അതാണ് മെയിനായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ബോട്ടം കർവ്ഡാണ്, അപ്പോൾ അടിയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള സെപ്പറേറ്റ് വാൽവ് ഉണ്ട്. അതുകൊണ്ട് സെഡിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയാം. പിന്നെ സ്റ്റീലായതുകൊണ്ട് വെള്ളം ചൂടാവില്ല, അതിൻ്റെ മിറർ ഫിനിഷ് ആയതുകൊണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചൂടാകാതിരിക്കുന്നത്? അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബ്ലാക്ക് ടാങ്ക് ഉപയോഗിച്ചു, അത് ഇപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് വെള്ളം ചൂടാവാറുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് വൈറ്റ് ടാങ്ക് ആക്കി. എന്തുകൊണ്ടാണ്? ബ്ലാക്ക് ഒബ്സർവേഷൻ കൂടുതലാണ്, വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ റിഫ്ലക്ഷൻ കൂടുതൽ. നമ്മൾ വാർക്കപ്പുറത്താണെങ്കിലും നമ്മൾ റിഫ്ലക്റ്റ്. അപ്പോൾ ഈ വാർക്കപ്പുറത്താണെങ്കിലും നമ്മൾ ഈ ചൂടുകാലത്ത് വരുമ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിക്കുക, കോട്ടിങ് അടിച്ച് കഴിഞ്ഞാൽ താഴത്തേട്ട് ചൂട് കുറവായിരിക്കും. ആ ഒരു തന്നെ. അത് സ്റ്റീലിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ മിറർ ഫിനിഷാണ്, കുറച്ചുകൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒട്ടും ഇപ്പോൾ ഇത്ര നമ്മുടെ ഈ ലാസ്റ്റ് ഇയറാണ് ഏറ്റവും കൂടുതൽ ചൂട് എഫക്റ്റ് ചെയ്തത് നമുക്ക്. ആ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്കൊരു കംപ്ലയിൻറ്റും വെള്ളം ചൂടാവണമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്നുള്ളതാണ്. ഇത്രയും സെയിൽ നമ്മൾ നടത്തിയേക്കുന്ന ഇഷ്ടംപോലെ ടാങ്ക് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിക്കണം. അത് അങ്ങനെ ഒരു ചൂടാവുന്ന ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഈ ലാസ്റ്റ് ടൈമിലൊക്കെ ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വന്നേനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്കയായിട്ട് പറയാം, കൃത്യമായിട്ട് പറയാം, ഈ സാധനം ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത്. നമ്മൾ പ്രാക്ടിക്കലി ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്, നമുക്ക് തെളിവായി കഴിഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ബേസിക് പറഞ്ഞ ഒരു 40 വർഷത്തെ ഒരു 4 ടാങ്ക് മേടിക്കുന്നതിൽ ഒരു ടാങ്ക് കൊണ്ട് 40 വർഷം സുഖമായിട്ട് ചെയ്യാം. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള മെയിൻ്റെനൻസ്, ക്ലീനിങ് ചാർജ്, ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ ശരിക്കും നമുക്ക് പിടിക്കത്തില്ല. അകത്ത് ഇതുപോലെ സ്മൂത്ത് ഫിനിഷ് ആയതുകൊണ്ട് പിന്നെ പായൽ, പൂപ്പൽ, ഫംഗൽ, ബാക്ടീരിയ അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കൊരു ഹൈജീനായിട്ടുള്ള നമ്മൾ വെള്ളത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പോൾ ചേട്ടൻ തന്നെ നടക്കണം അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലൊരു സ്റ്റീൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ടാങ്ക് ഉണ്ടാക്കുന്നതും ഡോർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും മനസ്സിലാവും. ഇവിടുത്തെ മിഷനറീസ് അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് ഒരു ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നത്, പക്ഷേ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് മറ്റുള്ളവർ അറിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ട് ഇതൊന്ന് കാണാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്റ്റീലിൻ്റെ ടാങ്കിനോ അല്ലെങ്കിൽ ഡോറിനോ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം. കാരണം ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെയിം ഒരു കങ്ങൻ ഉപയോഗിക്കുന്ന പോലെ കങ്ങന് ലൈഫ് ലോങ് വാങ്ങണം. അതുപോലെ തന്നെ സ്റ്റീലും നമ്മുടെ ഭവിഷ്യത്തിലേക്ക് ആവശ്യമുള്ള സാധനമാണ്. സെക്യൂരിറ്റി വൈസ് ആണെങ്കിലും ശരി, ക്ലീനിങ് വൈസ് ആണെങ്കിലും മെയിൻ്റനൻസ് ആണെങ്കിലും എന്താണ് കുറവാണ്. അപ്പോൾ അതിനകത്ത് അഡപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് ഫൈനാൻഷ്യൽ ഏൺ ചെയ്യാൻ പറ്റും.